മാം, ചക്രാസിനെ കുറിച്ച് ഇപ്പോൾ ആളുകൾ കൂടുതൽ പഠിക്കുന്നുണ്ട്, അതിന്റെ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്, ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ചക്രാസ് നമ്മുടെ നിത്യജീവിതത്തിൽ അതിന്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്നൊന്ന് വിശദമായി പറയാമോ? ഓക്കെ. ചക്രാസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലും അതുപോലെ ചുറ്റുപാടുമുള്ള എനർജീസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എനർജിയാണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് എനർജീസ് ഉണ്ട്. ഈ എനർജീസ് നമ്മളുടെ ശരീരത്തിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, പലയിടത്തുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ശരീരത്തിനകത്ത് ബോഡിക്കകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന 7 വീൽസ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് 7 സ്ഥാനത്തായിട്ടാണ്. അതാണ് മേജർ ചക്രാസ്. ചക്ര മീൻസ് ഇറ്റ്സ് ഓൺലി വീൽ. ചക്രയുടെ ശരിക്കുള്ള മീനിങ് പറയുകയാണെങ്കിൽ വീലാണ്. അപ്പോ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഈ ചക്രാസ് നമുക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് ഏതൊക്കെയാണ് ഈ ചക്രാസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചക്ര എന്ന് പറയുമ്പോൾ 7 ചക്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സ്പൈനൽ കോർഡിൽ എനർജറ്റിക്കലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വീൽസ് ആയിട്ട് നിൽക്കുന്ന ചക്രാസ് ആണ് ഈ 7 എണ്ണം. അതിന്റെ ഏറ്റവും ബോട്ടമിൽ നിൽക്കുന്നതാണ് റൂട്ട് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്ര എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്പൈനിന്റെ ഏറ്റവും ടിപ്പില്, ആ ടെയിൽ ബോൺ എന്ന് പറയുന്ന ആ സ്ഥാനത്ത്, കോക്സ് ഏരിയ എന്നാണ് പറയുന്നത്, അവിടെയാണ് ഈ മൂലാധാര ചക്ര അല്ലെങ്കിൽ റൂട്ട് ചക്ര. അപ്പൊ ഈ റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഇതിന്റെ ഏരിയ കാണുമ്പോൾ തന്നെ നമ്മുടെ സ്പൈനിന്റെ ടിപ്പാണ്. സ്പൈനിന്റെ ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഏർത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഭൂമിയാണ് അതിൻ്റെത്. ഇപ്പൊ നമ്മുടെ മരങ്ങൾക്ക് വേരുകൾ ഉള്ളതുപോലെ അത് ഏറ്റവും സെക്യൂർ ആയിട്ടും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് റൂട്ട്. അത് തന്നെയാണ് ഇതിന്റെ പേരും റൂട്ട് ചക്ര എന്നുള്ളത്. അപ്പൊ ആ റൂട്ട് എത്രമാത്രം ദൃഢമായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്നു, അത്രയും നമ്മളുടെ മരങ്ങൾ ഭയങ്കര ശക്തമാണ്. ദ സെയിം വേ നമ്മളുടെ ഈ എനർജി സെന്റർ ഈ ഭൂമിയുടെ എനർജിയുമായിട്ട് ചേർന്ന് നല്ല സ്റ്റെബിലിറ്റിയും നല്ല സെക്യൂരിറ്റിയും സേഫ്റ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എനർജി സെന്റർ എന്ന് തന്നെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ടേഷൻ. ഒരു ബിൽഡിങ്ങിന് ഒരു ഫൗണ്ടേഷൻ ഉള്ളതുപോലെ നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ഈ റൂട്ട് ചക്ര. ഇപ്പൊ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് റൂട്ട് ചക്ര ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി, ഇറ്റ് പ്രൊവൈഡ്സ് ഫൗണ്ടേഷൻ. എന്തിന്റെയും, ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, മണി ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഫൗണ്ടേഷൻ ആയി, എനി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് റൂട്ട് ചക്ര. സെക്കൻഡ് ചക്ര എന്ന് പറയുന്നത് സേക്രൽ ആണ്. സേക്രൽ ചക്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ജനൈറ്റൽസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നേവൽ പോയിന്റ് 3 ഫിംഗേഴ്സ് താഴെയായിട്ടാണ് ഈ എനർജി സെന്റർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ചക്ര ഇറ്റ് ഈസ് കോൾഡ് ദ സേക്രൽ ചക്ര അല്ലെങ്കിൽ സ്വാദിഷ്ഠാനം. അപ്പൊ സേക്രൽ ചക്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്രിയേറ്റീവ്. അതിലെ ക്രിയേറ്റീവ് എനർജിയാണ്. ആൻഡ് മെയിൻലി അതിന്റെ എലമെന്റ് വാട്ടർ ആണ്. റൂട്ട് ചക്രയുടെ എലമെന്റ് ഈ പറഞ്ഞ പോലെ എർത്ത് ആണെങ്കിൽ ഇതിന്റെ എലമെന്റ് വാട്ടർ ആണ്. അപ്പൊ വാട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലിക്വിഡ്. അപ്പൊ തന്നെ നമുക്കറിയാം ഇറ്റ്സ് ദ സീറ്റ് ഓഫ് പ്ലഷർ. അപ്പൊ പ്ലഷറും പെയിന്റേയും അതുപോലെ തന്നെ നമ്മുടെ സെൻഷ്വാലിറ്റി, സെക്ഷുവാലിറ്റി, ഇതിന്റെ എല്ലാം സെന്റർ ആണ് ഈ സേക്രൽ ചക്ര. ഇതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇഫക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എത്രമാത്രം ക്രിയേറ്റീവ് ആകാൻ പറ്റും. ഇപ്പൊ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അത് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതെല്ലാം ഈ ഒരു സേക്രൽ ചക്രയുടെ എനർജി കാരണം. ദെൻ ദ തേർഡ് ചക്ര ഈസ് പവർ ചക്ര എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ സോളാർ പ്ലെക്സസ്. അപ്പൊ ഈ സോളാർ പ്ലെക്സസ് നമ്മുടെ നേവലിന്റെ 3 ഫിംഗർ മുകളിൽ, അപ്പൊ നമ്മുടെ വയറിന്റെ ആ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ചക്രയാണ്. ബിക്കോസ് ദാറ്റ് ചക്ര ഈസ് ഓൾസോ കോൾഡ് ദ പവർ ചക്ര. അപ്പൊ ആ പവർ ചക്ര എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ടേക്കിംഗ് ചാർജ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന ഈ എനർജി സെന്റർ ആണ്. അപ്പൊ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്റസ്, നമ്മളുടെ ജോലി, നമ്മുടെ ബിസിനസിന്റെ ആ അച്ചീവ്മെന്റ്, ആ ഉയർച്ച, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടേക്ക് ചാർജ് ചെയ്യുന്നത്, ഓരോ ദിവസവും നമ്മൾ ഓരോ റൂൾസും സിസ്റ്റവും പാലിക്കുന്നത്, ഇതെല്ലാം ഈ ചക്രയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ, റൂൾസ് പാലിക്കുന്നുണ്ടോ, ചില ആൾക്കാർക്ക് റൂൾസ് പാലിക്കാതെ വരും, അത് ഇതിന്റെ ഇംബാലൻസ് ആയിട്ടും വരും. ദെൻ വി ഗോ ഓൺ ടു ദി ഹാർട്ട് ചക്ര
ഈ ലങ്സിന്റെ ഹാർട്ടിന്റെ സ്ഥാനത്തിരിക്കുന്ന ചക്രയാണ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് മെയിൻലി റിലേറ്റഡ് ടു ലവ് ആൻഡ് കമ്പാഷൻ. ആ ലവ് കമ്പാഷൻ മാത്രമല്ല, അവിടെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഫോർഗിവ്നെസ് ചക്ര. അപ്പൊ ആ ഫോർഗിവ്നെസ്, ഹോപ്പ്, ഇതെല്ലാം നമ്മുടെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ അനാഹത ചക്രയിലാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് മറ്റ് സഹജീവികളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ജീവിതത്തോടുള്ള ഹോപ്പ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹോപ്പ്, അതുമല്ലെങ്കിൽ ഒരു അനുകമ്പയോട് ആൾക്കാരോട് പെരുമാറുക, കാരുണ്യം, ഇതെല്ലാം ഈ ചക്രയുടെ പ്രത്യേകത. ഡെയിലി ലൈഫിൽ നമുക്ക് ഇതെല്ലാം വേണമല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ഷമയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഫോർഗീവ്നെസ് ഇല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല, ലവ് ഇല്ലാതെയും പോവില്ല, അപ്പൊ ഒരു പ്രത്യാശ ഇല്ലാതെ പോലും ജീവിതം മുന്നോട്ട് പോവില്ല. സോ ഹാർട്ട് ചക്രയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് ചക്ര എന്ന് പറയുന്നത് ത്രോട്ടിന്റെ ഭാഗത്ത് നിൽക്കുന്ന വിശുദ്ധി ചക്ര അല്ലെങ്കിൽ ത്രോട്ട് ചക്ര. സോ ഈ ചക്രയുടെ പ്രത്യേകത, ഇവിടത്തെ നമുക്കറിയാം, ഇറ്റ് ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾക്ക് ലിസണിങ് കപ്പാസിറ്റിയും എക്സ്പ്രസിങ്ങും. അപ്പൊ ലിസണിങ് കപ്പാസിറ്റിയും എക്സ്പ്രസിങ് മാത്രമല്ല, കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം, നമ്മളിൽ തന്നെ അത്രമേൽ നമുക്ക് ട്രസ്റ്റ് വേണം, നമ്മുടെ ഇമേജ് അത്രമാത്രം നന്നായിരിക്കണം. അപ്പൊ ഇതെല്ലാം ഈ ആസ്പെക്ട്സും ത്രോട്ട് ചക്രയുടെ ആണ്. ഇപ്പൊ ഡെയിലി ബേസിസിൽ എങ്ങനെയാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ജീവിതമില്ല. ഓരോ നിമിഷവും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രോട്ട് ചക്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ നോക്കുമ്പോൾ ഓരോ ചക്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ദ നെക്സ്റ്റ് ചക്ര ഈസ് നമ്മുടെ തേർഡ് ഐ അല്ലെങ്കിൽ ഫോർഹെഡിന്റെ നടുക്കായിട്ട് വരുന്ന തേർഡ് ഐ, ആജ്ഞാ ചക്ര. ആജ്ഞ എന്ന് പറയുമ്പോൾ തന്നെ കമാൻഡ് ആണ്. സോ ആജ്ഞാ ചക്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് എ തേർഡ് ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൂടാതെ മൂന്നാമത്തെ കണ്ണ്, അതീന്ദ്രിയമായിട്ട് നമുക്ക് ഇൻറ്റ്യൂഷൻസ് വരുന്നത്, നമ്മളുടെ ഉൾക്കണ്ണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചുറ്റുപാടുമുള്ള നമ്മൾ കാണുന്ന ഈ രണ്ട് കണ്ണുകളും കൊണ്ട് കാണാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാനും ഗ്രഹിക്കാനും സാധിക്കും. അതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിഷൻ ആണ്, നമ്മുടെ ഗോൾസ്. ഇപ്പൊ ഡെയിലി ലൈഫിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക, ആ ഗോൾസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, അതിന്റെ ആ ഇംപ്ലിമെന്റേഷനും ഈ ഐഡിയ ക്രിയേഷനും പ്ലാനിങ്ങും തേർഡ് ഐ ചക്രയുടെ പ്രത്യേകതയാണ്. ആ തേർഡ് ഐ ചക്ര കഴിയുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സെവൻത് ബോഡിയിലുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ചക്രയാണ് സഹസ്രാര അല്ലെങ്കിൽ ക്രൗൺ ചക്ര. അപ്പൊ ക്രൗൺ ചക്രയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ലൈക്ക് ഒരു എല്ലാവരോടും ഒരു വൺനെസ്, ഒരു എന്താ പറയുന്നത്, എല്ലാരെയും ഒരേപോലെ കാണാനും ഈ യൂണിവേഴ്സൽ പവറിനോട് ഒരു ചേർന്ന് നിൽക്കാനും ആ ഒരു ആസ്പെക്റ്റിലേക്കാണ്, ആ വൺനെസ്സിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഒരു ഡ്യുവാലിറ്റി ഇല്ല, ഞാന് നീ എന്നില്ല. അപ്പൊ ഓപ്പോസിറ്റ് ഒരാള് നിൽക്കുകയാണെങ്കിൽ നിങ്ങളതാണ്, അത് തന്നെയാണ് ഞാനും. സോ ഐ ആം ദാറ്റ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് ആ ക്രൗൺ ചക്രയാണ്. അപ്പൊ ആ ക്രൗൺ ചക്ര, ഈ 7 ചക്രാസും നോക്കുമ്പോ എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ദിസ് ഇസ് സിമ്പിൾ എക്സ്പ്ലനേഷൻ അബൌട്ട് ദി ചക്രാസ്. പക്ഷെ ഇൻഡെപ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരു ചക്രയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ 7 ചക്രയ്ക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്, അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. 7 ചക്രയ്ക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്, അതിൻ്റെതായ വളരെ ഇമ്പോർട്ടൻസും ഉണ്ട്. കാരണം എനർജിയാണ് നമ്മളുടെ ലൈഫിലെ എല്ലാം എനർജിയാണ്. അപ്പൊ നമ്മളെല്ലാം പല ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആണല്ലോ നമ്മളെ ഈ ശരീരവും അല്ലെങ്കിൽ ഈ ചെയറൊക്കെ ഇതേപോലെ ഇരിക്കുന്നത്. സോ എവറിത്തിങ് ഈസ് എനർജി. ഇപ്പോ വന്ദനയ്ക്ക് ഒരു വിഷമം തോന്നുമ്പോ എനിക്കും ആ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ഓൾ ഇൻ ദാറ്റ് സെയിം എനർജി പൂൾ. ഇപ്പൊ വന്ദനയ്ക്ക് വിഷമം വരുമ്പോ എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മൈ ക്രൗൺ ചക്ര ഈസ് ആക്ടിവേറ്റഡ്. സോ വി ഫീൽ വൺ, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഫീലിംഗ് വരുന്നതാണ്. ഇനി ഈ ചക്രാസിന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ചക്രാസിന്റെ ഇംബാലൻസസ് നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും. ഇപ്പൊ റൂട്ട് ചക്രയുടെ നമ്മൾക്ക് ഇംബാലൻസസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. എപ്പോഴും നമുക്കൊരു പേടിയാണ്, എല്ലാത്തിനോടും ഒരു പേടിയാണ് അതിന്റെ മെയിൻ ഇമോഷൻ വരുന്നത്. ഒരു ഭയം, അതുപോലെ തന്നെ മണി, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും പണം വേണം എന്നുള്ളതാണ്. കാരണം പണം അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. പക്ഷെ പണത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്നത് നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ് അല്ലാത്തപ്പോഴാണ്. അതുപോലെ തന്നെ റൂട്ട് ചക്ര ഇംബാലൻസിൽ
നോക്കുമ്പോൾ ഇംബാലൻസ് ആകുമ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് ചാലഞ്ചസ് ഏറ്റെടുക്കാൻ മടി. കാരണം ഭയമാണ്. പൊതുവെ ഭയത്തോട് ആണ് എല്ലാം നോക്കുന്നത്. സ്റ്റേബിൾ അല്ല, ഒരു ഫൗണ്ടേഷൻ ഇല്ല. നമുക്കറിയാം ഫൗണ്ടേഷൻ ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ താഴെ വീണു. ഇപ്പൊ റൂട്ട് ചക്രയിൽ നമ്മൾ ആ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ടോട്ടലി നമ്മളുടെ എനർജി കറക്റ്റ് അല്ലാതെ എവിടെയൊക്കെയോ പോകും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, മടി പിടിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ ഈ റൂട്ട് ചക്ര ഇംബാലൻസ് വരുന്നതാണ്. ദെൻ ഈ പറഞ്ഞ പോലെ സേക്രൽ ചക്ര ഇംബാലൻസ് നമുക്ക് ഒരുപാട് എന്താ മിസാപ്സ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സേക്രൽ ചക്ര ഇസ് എ ചക്ര അല്ലെങ്കിൽ എനർജി സെന്റർ ഫോർ ക്രിയേറ്റിവിറ്റി. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങാനിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാൽ മാത്രമേ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്ലഷറും പെയിനും നമ്മളുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇംബാലൻസ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ചുറ്റുപാടുമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരിക. അവരൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ സൾക്ക് ചെയ്തിരിക്കുക. മെയിനായിട്ട് ക്രിയേറ്റിവിറ്റിയാണ്. ദെൻ ആ സെക്ഷുവാലിറ്റി, നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് ഒത്തൊരുമയോടെ പോകാൻ പറ്റാതെ അല്ലെങ്കിൽ സെൻഷ്വൽ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് ഓരോ സെൻസസ് വഴി നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലഷർ എൻജോയ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് സേക്രൽ ചക്രയുടെ ഇംബാലൻസ് വരുന്നത്. മൂന്നാമത്തെ ചക്രയായിട്ടുള്ള സോളാർ ചക്രയുടെ ഇംബാലൻസ് വരുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. കാരണം നമ്മളുടെ ലൈഫ് ആരൊക്കെയോ പറയുന്നത് പോലെ നമ്മൾ കൊണ്ടു നടക്കുക. നമ്മളുടെ ലൈഫ് നമ്മളുടെ കയ്യിലല്ല. ആരോ പറയുന്ന അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു. കാരണം ബിക്കോസ് വി ഡോണ്ട് ടേക്ക് ചാർജ്. നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറല്ല. അതുപോലെ തന്നെ നമ്മളൊരു സിസ്റ്റത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ആ റൂൾസ് ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ആ റൂൾസ് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ടാണ് നോക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ സോളാർ ചക്രയുടെ ഇംബാലൻസിൽ വരുന്നതാണ്. ഇനി ഹാർട്ട് ചക്രയുടെ ഇംബാലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലവ് ഞാൻ കൊടുക്കാൻ ഭയങ്കര മിടുക്കിയ, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ലവ് വേണം. അപ്പൊ തന്നെ അതൊരു ഇംബാലൻസ് ആയി. ഇപ്പൊ ജീവിതത്തോടൊരു ഹോപ്പില്ല, ലൈഫ് അതൊരു ഹോപ്പ്ലെസ് ആണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആരുടെയും അറ്റൻഷൻ വേണ്ട, എനിക്ക് ഇങ്ങോട്ടും വേണ്ട, പക്ഷെ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഫൊർഗീവ്നെസ്, മെയിൻ ആയിട്ടുള്ള ആ ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷമിക്കാൻ റെഡിയല്ല. ഇപ്പൊ ക്ഷമയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ഷമിക്കേണ്ട ആരോടാ? ക്ഷമയുടെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ക്ഷമിക്കുന്നത് മറ്റു ആൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ എനർജി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ആ സ്നേഹത്തിന് സ്വീകരിക്കാനും അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാനും ഉള്ള ഒരു തടസ്സം ജീവിതത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഞാൻ എങ്ങോട്ടേക്കാ പോകുന്നത്, എനിക്ക് യാതൊരു ഹോപ്പും ഇല്ല. അത് ഈ ചക്രയുടെ ഇംബാലൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ നെക്സ്റ്റ് ചക്രയായിട്ടുള്ള ത്രോട്ട് ചക്രയുടെ ഇംബാലൻസ് ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ബാധിക്കും. നമ്മൾ ഇപ്പൊ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക, ഇറ്റ് ഷോസ് ദ ഇംബാലൻസ് ഓഫ് ദ ത്രോട്ട് ചക്ര. അതുപോലെ നമുക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ പറ്റാതെ വരിക ത്രോട്ട് ചക്ര ഇംബാലൻസ് ആണ്. അതുപോലെ എനിക്ക് എന്നെ കുറിച്ച് ഞാൻ അത്ര പോരാ എന്ന് തോന്നുന്നു, ത്രോട്ട് ചക്ര ഇംബാലൻസ്. അപ്പൊ ഞാൻ അത്ര പോരാ അല്ലെങ്കിൽ സെൽഫ് ഇമേജ് രണ്ട് ചക്രയെ ബാധിക്കുന്നുണ്ട്. ഒന്ന് ത്രോട്ട് ചക്രയും ഒന്ന് നമ്മുടെ സോളാർ ചക്രയും. ഇത് രണ്ടും സെൽഫ് ഇമേജുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കൂടുതലും ത്രോട്ട് ചക്രയല്ല. സെൽഫ് ഇമേജ് നമുക്ക് നല്ലോണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലിസണിങ് പവറും അതുപോലെ തന്നെ എക്സ്പ്രസിങ് പവറും ഒരുപാട് നന്നായിട്ട് കൂടുതലുണ്ടാവും. ദെൻ കംസ് ദ തേർഡ് ഐ. തേർഡ് ഐയുടെ ഇംബാലൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ഇന്നർ വോയിസ് കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടാനായിട്ടോ ഒക്കെ ഒരു ബ്ലോക്ക്. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോള് സെറ്റ് ചെയ്യാൻ, ഗോള് വേണോ, അല്ലെങ്കിൽ വിഷൻ, എന്താ വിഷൻ, മിഷനോ അതെന്താ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഈ നമ്മുടെ തേർഡ് ഐ ചക്രയുടെ ഇംബാലൻസ് കൊണ്ടുവരുന്ന. ദേ കാൺ സെറ്റ് ദ ഗോൾസ്, they can't see their vision, they can't see the mission, and they don't know how to implement the goals. ഇത് തേർഡ് ഐ ചക്രയുടെ ഇംബാലൻസ് കൊണ്ടുവരുന്നു. നമ്മുടെ സെവൻത് ചക്രയായിട്ടുള്ള ക്രൗൺ ചക്രയുടെ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഞാനേ നീയ്, എപ്പോഴും ആ ഡ്യുവാലിറ്റിയിൽ നിൽക്കുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മറ്റേ ആളെ. അപ്പൊ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു, അവരെ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അവിടെ വരുന്നില്ല. അപ്പൊ അവിടെ ഒരു വണ്ണസ് ഇല്ല, ഞാനും നീയും
അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഒന്നാണ്, അല്ലെങ്കിൽ ഈ ചെടികളും എല്ലാം അത് ആ എനർജിയും ഞാനും ഒന്നാന്നുള്ള ആക്സെപ്റ്റൻസ് ഇല്ല. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ക്രൗൺ ചക്ര ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫ് പാത്ത് അല്ല എന്നുള്ള, ലൈഫ് പാത്ത് വ്യതിചലിച്ച് നമ്മൾ നടക്കുവാണെങ്കിൽ ക്രൗൺ ചക്ര ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതാണ് ഓരോ ചക്രയുടെ ഇംബാലൻസ് കൊണ്ട് നമുക്ക് വരാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വരാവുന്ന. ഇപ്പം നമ്മുടെ ചലഞ്ചസ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ടിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ചക്രയാണ് ഇംബാലൻസ് ആയെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കറക്റ്റ്. അപ്പോ തോട്ട്സ്, ഇമോഷൻസ്, നമ്മുടെ ബോഡി എന്ത് പറയുന്നു, അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെന്ത് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, അതുപോലെ ഒരു പാർട്ട്ണർ അവർ നമ്മൾ സംസാരിക്കുന്ന ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവർ ഏത് എനർജി സെന്ററിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്, ഏത് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചക്രയുടെ ക്ലാസ്സുകൾക്കും വർക്ക്ഷോപ്പിനും ഇത്രയും ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മുടെ ലൈഫിനെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചക്ര. അപ്പൊ നമ്മള് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ചക്രയിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോയിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചക്രയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ. ഇപ്പൊ ഇതുവരെ പഠിച്ചത് മാത്രമല്ല ഇനിയും പഠിക്കാൻ ഇഷ്ടമാണ്. കാരണം ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ, ബിക്കോസ് ഇറ്റ്സ് കണക്റ്റഡ് ടു ദ എനർജി, ഇറ്റ്സ് കണക്റ്റഡ് ടു ഓൾ അവർ ബോഡി പാർട്സ്. ഇപ്പൊ റൂട്ട് ചക്ര എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. നമുക്കറിയാം ഈ ബോഡിക്കകത്താണ് നമ്മുടെ സോൾ ഇരിക്കുന്നത്. അപ്പൊ ബോഡി എത്രമാത്രം നമ്മൾ സംരക്ഷിക്കണം, എത്രമാത്രം കെയർ കൊടുക്കണം, ലവ് കൊടുക്കണം. ഈ ബോഡിയെ നമ്മള് സംരക്ഷിക്കുക, അതിന് ലവ് കൊടുക്കുമ്പോഴും ആ റൂട്ട് ചക്ര ഈസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. അപ്പൊ അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഓരോ ചക്രനെ നമുക്ക് ഉണർത്താനും നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ ലൈഫ് ബെറ്റർ വേർഷനിലേക്ക് കൊണ്ടുവരാനും.